ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CSID മാനുവൽ 2023 എന്നുള്ള ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് സെക്ഷൻ 28 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. 1/8/2023 എന്ന് വെച്ചാൽ ഇന്നലെ ആയിരുന്നു നമ്മൾ വീഡിയോ ചെയ്തത്. ഇപ്പം ഇന്ന് 2-ാം തീയതിയാണ്, 2/8/2023 ഇന്ന്. അപ്പം ഇന്ന് നമ്മൾ വേറൊരു വീഡിയോ കൂടി ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ സെക്ഷൻ 29 എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 1/8/2023 നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ സെക്ഷൻ 28, ഈ വീഡിയോ സെക്ഷൻ 29 എന്ന് പറഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിലബസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദ പേഴ്സൺ CSID മാനുവൽ 2023 വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ ഈ ബുക്ക് ദ പേഴ്സൺ CSID മാനുവൽ 2023 ബുക്ക് അല്ല. ഇത് ശരിക്കും ദ പേഴ്സൺ CSID മാനുവൽ 2013 കാലഘട്ടത്തിൽ വാങ്ങിച്ച ബുക്ക്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചാണ് പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ ദ പേഴ്സൺ CSID മാനുവൽ 2023 24 ആയിട്ടുള്ള UPSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഫോളോ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള UPSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഫോളോ ചെയ്ത് പഠിക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 വർഷം മുന്നേ വാങ്ങിച്ച ബുക്കാണ് ഈ ബുക്ക്. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ CSID മാനുവൽ 2023 24 ഒക്കെ ബുക്ക് എന്തായാലും കടകളിൽ എന്തായാലും ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ആ ബുക്ക് വാങ്ങിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അതിൽ ഏറ്റവും UPSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആ ബുക്കിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വെച്ചാൽ UPSC ഒക്കെ സിലബസിൽ എന്തായാലും ചേഞ്ചസ് കൊണ്ടുവരും. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിക്കുന്നതിലുള്ള സിലബസ് ആയിരിക്കില്ല ഇപ്പോൾ ഈ ബുക്കിലുള്ളത്. ഈ ബുക്കിലെ സിലബസും പുതിയ ബുക്കിലെ സിലബസും ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ഏറ്റവും പുതിയ സിലബസ് തന്നെ നമ്മൾ കണ്ടെത്തി പഠിക്കുക. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം വെച്ചാൽ CSID എക്സാം പരാജയത്തിലോട്ട് പോകും, നമ്മൾ പഠിക്കുന്ന ടൈം വേസ്റ്റ് ആവും, അങ്ങനെയുള്ള അവസ്ഥയിലോട്ടൊക്കെ കാര്യങ്ങൾ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും പറയണ കാര്യമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ UPSC എന്തായാലും ചേഞ്ചസ് കൊണ്ടുവരും. ഈ ബുക്കിൽ തന്നെ അത് പറയുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയുന്നത്. കാരണം എന്തായാലും ക്വിക്ക് സമ്മറി ഓഫ് ചേഞ്ചസ് ഇൻ സിലബസ് ആൻഡ് പാറ്റേൺ എന്നാണ് പറയുന്നത് ഈ ബുക്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത്. എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മുടെ പഴയ ബുക്ക് ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ റിപ്പീറ്റ് ചെയ്തത് പറയേണ്ടി വരുന്നത്. കാരണം അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സമയത്തിന് വിലയുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സമയം ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ മടുത്തെന്ന് പറയാം. പക്ഷെ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ഞാൻ നെറ്റിൽ സിലബസ് നോക്കിയിരുന്നു. എന്താ പറയുക, ദ പേഴ്സൺ CSID മാനുവൽ 2023 സിലബസ് നെറ്റിൽ നോക്കിയത്. അപ്പം ആ നെറ്റിൽ ഞാൻ കണ്ടത് പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് കണ്ടത്. അത് കറക്റ്റ് ആണെന്നില്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ദ പേഴ്സൺ CSID മാനുവൽ 2023-24 സിലബസ് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾക്കുള്ള അറിവ് വെച്ചാണ് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ ബുക്ക് ദ പേഴ്സൺ CSID മാനുവൽ 2013 ബുക്ക് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അകത്ത് വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയണ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. പക്ഷെ ഇതും ഓരോ വീഡിയോയും പുതിയതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പുതിയതായിട്ട് തന്നെ പറയേണ്ടി വരും. വീഡിയോയും പുതിയതാണ്, നമ്മൾ പറയണ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക പുതിയതായിട്ട് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് അതും പറയേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ റൂമിൽ ഫാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഫാനിൻ്റെ സൗണ്ടാണ് മുന്നിട്ട് നിൽക്കണമെന്ന് പറയാം വീഡിയോയിൽ. കാരണം നമുക്ക് ഫാൻ ഒഴിവാക്കിയിട്ടൊരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഫാൻ ഉപയോഗിച്ചിട്ടുണ്ടാവണം വീഡിയോയിൽ ഉണ്ടാവണം ഡിസ്റ്റർബൻസിന്
നമ്മൾ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ഫാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ ഫാക്ടറി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ്. അതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഹെഡ്സെറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില ഹെഡ്ഫോൺ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഈ ഫാനിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാത്, അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് വേറെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫാൻ നമുക്ക് ഓണാക്കിയിട്ട് തന്നെ വീഡിയോ എടുക്കേണ്ടി വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു AC ഒന്നും ചെയ്യാൻ നമുക്ക് സൗകര്യവുമില്ല, അതിനുള്ള സംവിധാനമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യൂവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ബുക്കിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങൾ പറയാനുള്ള രീതിക്ക്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് ഈ ബുക്കിനെ കുറിച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് പറഞ്ഞു പോകാം. ടോപ്സ് കമ്മിറ്റ് CCT പ്രിപ്പറേഷൻ ഓൾ ഇൻ വൺ ബുക്ക്, ദ പേഴ്സൺ CCT മാനുവൽ 2023, എഡ്ഗാർ തോർപ്പ്, ഷോവിക് തോർപ്പ്. പിന്നെ ഞാൻ 2023 പറയുള്ളൂ, CCT മാനുവൽ 2023 പറയുള്ളൂ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം 2023 കാലഘട്ടം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2023 എന്ന് പറയുന്നത്, CCT മാനുവൽ 2023 എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ദ പേഴ്സൺ CCT മാനുവൽ 2023, എഡ്ഗാർ തോർപ്പ്, ഷോവിക് തോർപ്പ്. സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ദി UP സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ. Full and exclusive coverage of paper 1 general studies, paper 2 general studies. Person contains about 30 pages of colored maps, always learning. ജസ്റ്റ് ഈ ബുക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് തിക്നെസ് ഒന്ന് കാണിക്കുകയാണ്. ഇത്രയും നമുക്ക് ഇനി ക്ലാസ് എടുക്കാനുണ്ടെന്ന് പറയാം. നല്ല വലിയ ബുക്കൊക്കെയാണ്. അപ്പോൾ ഈ ബുക്കൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മേടിച്ചാൽ നല്ലതാണ്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ നല്ല ബുക്കാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഒരുപാട് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ ഉണ്ട്. സിവിൽ സർവീസ് എഴുതുന്നവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്, ഇതൊക്കെ നമ്മൾ കുറേ മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് പറയുന്നുള്ളൂ. ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ്, ക്യോട്ടോ കോൺഫറൻസ്, റൈസിങ് സീ ലെവൽസ്, പിന്നെ കാർബൺ ടാക്സേഷൻ, ട്രേഡിങ്, ഇതൊക്കെ സെക്ഷൻ 25 വീഡിയോയിലൊക്കെയാണ് ചെയ്തേക്കുന്നത് തോന്നി. സെക്ഷൻ 26 ലിമിറ്റഡ് അഗ്രിമെന്റ്, ഹാങ്കിയുടെ മരാക്കഷ് കോൺഫറൻസ്, കോപ്പൻഹാഗൻ കോൺഫറൻസ്, പിന്നെ ഫ്ലവേർഡ് അക്കോർഡ്, ഡ്രോട്ട് ഇൻ ഓസ്ട്രേലിയ, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിങ്ങിൽ റീസെൻ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് കഴിഞ്ഞിട്ട് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അത് നമ്മളൊന്ന് കാണിക്കണേ, വിട്ടുപോയതാണ് അത് പറയാൻ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസിൽ ഇതാണ് തുടങ്ങുന്നത്. ഗ്ലോബൽ വാർമിംഗ്, സസ്റ്റൈനബിലിറ്റി, സ്പെക്കുലേറ്റീവ് ഇമ്പാക്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്, റീസെൻ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്, പിന്നെ ദ ഫിനോമിന ഗ്ലോബൽ വാർമിംഗ് വരുന്നുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയതാണ്. പിന്നെ 1992 റിയോ കോൺഫറൻസ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ക്യോട്ടോ കോൺഫറൻസ്, റൈസിങ് സീ ലെവൽസ്, കാർബൺ ടാക്സേഷൻ ആൻഡ് ട്രേഡിങ്, ലിമിറ്റഡ് അഗ്രിമെന്റ്, ദ ഹാങ്കി ആൻഡ് മരാക്കഷ് കോൺഫറൻസ്, കോപ്പൻഹാഗൻ കോൺഫറൻസ്, പിന്നെ ഡ്രോട്ട് ഇൻ ഓസ്ട്രേലിയ, ഫ്ലവേർഡ് അക്കോർഡ്, ദ ഗ്ലോബൽ പെർസ്പെക്റ്റീവ്, എൽ നീനോ, ദ വേൾഡ് സമ്മിറ്റ് ഓൺ ജോഹാൻസ്ബർഗ്, പിന്നെ ഡെപ്റ്റ് ബർഡൻ ഇനി തുടങ്ങാനുള്ളത്. അപ്പോൾ സെക്ഷൻ 28 എന്നുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഡ്രോട്ട് ഇൻ ഓസ്ട്രേലിയ. ഇത്രയും നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ, ഇവിടെ നിന്നോട്ട് പറയേണ്ട ആവശ്യമുള്ളൂ. ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസിൽ ഡ്രോട്ട് ഇൻ ഓസ്ട്രേലിയ, ഫ്ലവേർഡ് അക്കോർഡ്, ഗ്ലോബൽ പെർസ്പെക്റ്റീവ്, എൽ നീനോ, ദ വേൾഡ് സമ്മിറ്റ്സ് ഇൻ ജോഹാൻസ്ബർഗ്. ഇത്രയും പറയേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പിന്നെ ഒന്ന് ഓർമ്മ വരാൻ വേണ്ടി നമ്മൾ അതിന് മുന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞെന്നുള്ളൂ. വെച്ചാൽ ഈ ചാപ്റ്ററിൽ അതിന് മുന്നേ ചെയ്ത വീഡിയോസിലെ കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസിൽ തുടങ്ങുന്ന ഭാഗം കൂടി തുടക്കം മുതലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഹെഡ്ലൈനൊക്കെ ഒന്ന് എന്തായാലും നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിന് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസിൽ ദ ഡെപ്റ്റ് ബർഡൻ ആണ് പറയുന്നത്. ഡെപ്റ്റ് ബർഡൻ. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോസിൽ നമ്മൾ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി 4 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ 2 പ്രാവശ്യമോ 5 പ്രാവശ്യമോ വെച്ച് പറഞ്ഞിട്ട്
2 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുള്ളൂ. ഇപ്പം 3 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 4ാമത്തെ പ്രാവശ്യം നമ്മൾ ഓരോന്നും വായിച്ചിട്ട് അതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ പറഞ്ഞു പോവുകയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇതിനു മുന്നേ ഞാൻ ആകെ 2 പ്രാവശ്യം വായിച്ചിട്ട് 3ാമത്തെ പ്രാവശ്യം പ്രധാനപ്പെട്ട വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ ഇപ്പം 27 സെക്ഷൻ 28 വീഡിയോയിലൊക്കെ നമ്മൾ ലാസ്റ്റ് വായിച്ചതിന് ശേഷം നമ്മളൊരു 3 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യും. അതിന് ശേഷം 4ാമത്തെ പ്രാവശ്യം നമ്മൾ വായിച്ചിട്ട് ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ പറഞ്ഞു പോകും. അപ്പം അങ്ങനെ തന്നെയാണ് നമ്മൾ ഇനിയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. അപ്പം നമുക്ക് ഇനി അങ്ങനെ ചെയ്തു പോവാം. അപ്പം നമുക്കിനി ഡെപ്റ്റ് ബർഡൻ പറയാം. ഡെപ്റ്റ് ബർഡൻ ഇത് ചെറിയൊരു പാരഗ്രാഫാണ്. ദ ഡെപ്റ്റ് ബർഡൻ. ദ പൊസിഷൻ വാസ് നോ ബെറ്റർ വിത്ത് റിഗാർഡ് ടു ഡെപ്റ്റ്, എയ്ഡ് ആൻഡ് പോവർട്ടി വിച്ച് മെനി സോ ആസ് ബീയിങ് ദ കീ challenges of the summit. The agreement to reduce the unsustainable burden of debt was a reiteration of a monetary consensus in March, and the agreement to increase the development aid to 0.7% of GDP in developed countries was a reiteration of the agreement at the International Conference on Financing and Development, and the resolution to halve by 2015 the number of people living on under 1 day restatement of the UN Millennium Declaration. None of this committed anybody to actually doing anything. ഒന്നുകൂടി പറയാണ്. The debt burden. The position was no better with regard to debt, aid and poverty, which many saw as being the key challenges of the summit. The agreement to reduce the unsustainable burden of debt was a reiteration of the monetary consensus in March, and the agreement to increase development aid to 0.7% of GDP in developed countries was a reiteration of the agreement at the International Conference on Financing and Development, and the resolution to halve by 2015 the number of people living on under 1 day restatement of the UN Millennium Declaration. None of this committed anybody to actually doing anything. അപ്പോൾ ഒന്നുകൂടി പറയണം. The debt burden. The position was no better with regard to debt, aid and poverty, which many saw as being the key challenges of the summit. The agreement to reduce the unsustainable burden of debt was a reiteration of the monetary consensus in March, and the agreement to increase development aid to 0.7% of GDP in developed countries was a reiteration of the agreement at the International Conference on Financing and Development, and the resolution to halve by 2015 the number of people living on under 1 day restatement of the UN Millennium Declaration. None of this committed anybody to actually doing anything. അപ്പം നമുക്ക് ഒന്നുകൂടി പറയാം. The debt burden. The position was no better with regard to debt, aid and poverty, which many saw as being the key challenges of the summit. The agreement to reduce the unsustainable burden of debt was a reiteration of the monetary consensus in March, and the agreement to increase development aid to 0.7% of GDP in developed countries was a reiteration of the agreement at the International Conference on Financing and Development, and the resolution to halve by 2015 the number of people living on under 1 day restatement of the UN Millennium Declaration. None of this committed anybody to actually doing anything. Actually doing anything. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു. ഇനി നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വാക്കുകൾ പോയിന്റ്സ് ഒക്കെ പറയാം. അപ്പോൾ ദ ഡെപ്റ്റ് ബർഡനെ കുറിച്ച് പറയാം. The position was no better with regard to debt, aid and poverty, which many saw as being the key challenges of the summit. ഇത് നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് the agreement to reduce the unsustainable burden of debt was a reiteration of the monetary consensus in March, and the agreement to increase development aid to 0.7% of GDP in developed countries was a reiteration of the agreement at the International Conference on Financing and Development. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് and the resolution to halve by 2015 the number of people living on under 1 day restatement of the UN Millennium Declaration. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് none of this committed anybody
ടു ആക്ച്വലി ഡൂയിങ് എനിത്തിങ്. നമുക്ക് ഒന്നുകൂടി പറയാം. ദ ഡെപ്റ്റ് ബർഡൻ. The position was no better with regard to debt, aid and poverty, which may so as being the key challenges of the summit. അതൊന്നുകൂടി പറയാണ്. The position was no better with regard to debt, aid and poverty, which may so as being the key challenges of the summit. അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് the agreement to reduce the unsustainable burden of debt was a reiteration of the monetary consensus in March and the agreement to increase development aid to 0.7% of GDP in developed countries was a reiteration of the agreement at the International Conference on Financing and Development. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് and the resolution to halve by 2015 the number of people living on under 1 day restatement of the UN Millennium Declaration. അതൊന്നുകൂടി പറയാണ്. And the resolution to halve by 2015 the number of people living on under 1 day restatement of the UN Millennium Declaration. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് none of this committed anybody to actually doing anything. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഇത് ഓർത്ത് വയ്ക്കുക. none of this committed anybody to actually doing anything. അപ്പോൾ നമുക്കിനി ഒന്നുകൂടി പറയാം. The debt burden. The position was no better with regard to debt, aid and poverty, which many saw as being the key challenges of the summit. നമുക്ക് ഒന്നുകൂടി പറയാം. The position was no better with regard to debt, aid and poverty, which many saw as being the key challenges of the summit. The agreement to reduce the unsustainable burden of debt was a reiteration of the monetary consensus in March and the agreement to increase the development aid to 0.7% of GDP in developed countries was a reiteration of the agreement at the International Conference on Financing and Development. ഒന്നുകൂടി പറയണത് the agreement to reduce the unsustainable burden of debt was a reiteration of the monetary consensus in March and the agreement to increase the development aid to 0.7% of GDP in developed countries was a reiteration of the agreement at the International Conference on Financing and Development. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് and the resolution to halve by 2015 the number of people living on under 1 day restatement of the UN Millennium Declaration. അപ്പോൾ ആ പോയിന്റ് ഒന്നുകൂടി പറയുന്നത് and the resolution to halve by 2015 the number of people living on under 1 day restatement of the UN Millennium Declaration. None of this committed anybody to actually doing anything. None of this committed anybody to actually doing anything. ലാസ്റ്റ് പോയിന്റ്. അപ്പം ഇനി നമുക്കിത് ഒന്നുകൂടി വിശദീകരിച്ചിട്ട് അവസാനിപ്പിക്കാം. The debt burden. The position was no better with regard to debt, aid and poverty, which many saw as being the key challenges of the summit. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് regard to debt, the position was no better with regard to debt, aid and poverty, പിന്നെ key challenges of the summit അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ the agreement to reduce the unsustainable burden of debt was a reiteration of the monetary consensus in March and the agreement to increase development aid to 0.7% of GDP in developed countries was a reiteration of the agreement at the International Conference on Financing and Development. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ the agreement to reduce the unsustainable burden of debt was a reiteration of the monetary consensus in March and the agreement to increase the development aid to 0.7% of GDP in developed countries. അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. was a reiteration of the agreement at the International Conference on Financing and Development. International Conference on Financing and Development. അതും ഓർത്ത് വയ്ക്കാം. ബാക്കി എല്ലാവരും പ്രധാനപ്പെട്ടാണ്, ഒന്നും വിട്ടുകളയാനില്ല. The agreement to reduce the unsustainable burden of debt was a reiteration of the monetary consensus. The agreement to reduce the unsustainable burden of debt was a reiteration of the monetary consensus in March. പിന്നെ development aid to 0.7% of GDP in developed countries, reiteration of the agreement to at the International Conference on Financing and Development. ഒക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്തതായിട്ട് വരുന്നത് and the resolution to halve by 2015 the number of people living on under one day restatement of the UN Millennium Declaration. ഇതിൽ resolution to halve by 2015 പിന്നെ അതുകൂടാണ്ട് റീസ്റ്റേറ്റ്മെന്റ് ഓഫ് ദ UN Millennium Declaration അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. പിന്നെ ലാസ്റ്റ് പോയിന്റ് none of this committed anybody to actually doing anything. ഈ പോയിന്റും ഓർത്ത് വയ്ക്കുക. none of this committed anybody
ടു ആക്ച്വലി ഡൂയിങ് എനിത്തിങ് എന്നുള്ളത്. ഇത് അവസാനിപ്പിക്കുകയാണ് ദ ഡെപ്റ്റ് ബർഡൻ. ഇനി അടുത്തത് ദ ക്രൂഷ്യൽ ഫെയിലിയർ. ഇനി അടുത്തത് വരുന്നത് ഇതൊക്കെ ചെറിയൊരു പാരഗ്രാഫാണ്, എന്നാലും നമ്മൾ ഇതൊക്കെ പ്രധാനപ്പെട്ടാന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ദ ക്രൂഷ്യൽ ഫെയിലിയർ. The key failure of the summit was its failure to pursue its ostensible aim of building on the foundation for a more sustainable future laid at Rio 10 years previously. It was Rio plus 10 in name only. The sense shown of mutual self-internal in the welfare of the planet was minimal. The important question is whether this failure represents a short-term or long-term reversal. അപ്പോൾ ഒന്നുകൂടി വായിക്കണം. ദ ക്രൂഷ്യൽ ഫെയിലിയർ. ദ കീ ഫെയിലിയർ ഓഫ് ദ സമ്മിറ്റ് പ്രൂഫ് വാസ് ഇറ്റ്സ് ഫെയിലിയർ ടു പെർസ്യൂ ഇറ്റ്സ് ഒബ്സ്റ്റെൻസിബിൾ എയിം ഓഫ് ബിൽഡിംഗ് ഓൺ ദ ഫൗണ്ടേഷൻ ഫോർ എ മോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ laid at Rio 10 years previously. It was Rio plus 10 in name only. The sense shown of mutual self-interned in the welfare of the planet was minimal. The important question is whether this failure represents a short-term or long-term reversal. ഒന്നുകൂടി പറയാണ്. The crucial failure. The key failure of the summit's proof was its failure to pursue its ostensible aim of building on the foundations for a more sustainable future laid at Rio 10 years previously. It was Rio plus 10 in name only. The sense shown of mutual self-internal in the welfare of the planet was minimal. The important question is whether this failure represents a short-term or long-term reversal. അപ്പോൾ ഇനി നമുക്കിത് എന്താണെന്ന് പറയാം. ദ ക്രൂഷ്യൽ ഫെയിലിയർ. ദ കീ ഫെയിലിയർ ഓഫ് ദ സമ്മിറ്റ് പ്രൂഫ് വാസ് ഇറ്റ്സ് ഫെയിലിയർ ടു പെർസ്യൂ ഇറ്റ്സ് ഒബ്സ്റ്റെൻസിബിൾ എയിം ഓഫ് ബിൽഡിംഗ് ഓൺ ദ foundations for a more sustainable future laid at Rio 10 years previously. നമ്മൾ ഒന്നുകൂടി വായിക്കുകയാണ്. ദ കീ ഫെയിലിയർ ഓഫ് ദ സമ്മിറ്റ് പ്രൂഫ് വാസ് ഇറ്റ്സ് ഫെയിലിയർ ടു പെർസ്യൂ ഇറ്റ്സ് ഒബ്സ്റ്റെൻസിബിൾ എയിം ഓഫ് ബിൽഡിംഗ് ഓൺ ദ ഫൗണ്ടേഷൻ ഫോർ എ മോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ലെയ്ഡ് അറ്റ് റിയോ 10 years previously. ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ അടുത്തത് ഇറ്റ് വാസ് റിയോ പ്ലസ് 10 ഇൻ നെയിം ഓൺലി. ഇറ്റ് വാസ് റിയോ പ്ലസ് 10 ഇൻ നെയിം ഓൺലി. Last sentence, the sense shown of mutual self-intern in the welfare of the planet was minimal. The last sentence, the important question is whether this failure represents a short-term or long-term reversal. ലാസ്റ്റ് സെൻറ്റൻസ് നമുക്ക് ഒന്നുകൂടി വായിക്കാം. The sense shown of mutual or self-intern in the welfare of the planet was minimal. The important question is whether the failure represents a short-term or long-term reversal. ഇനി നമുക്കത് ഒന്നും കൂടി പറയാം. ദ ക്രൂഷ്യൽ ഫെയിലിയർ. ദ കീ ഫെയിലിയർ ഓഫ് ദ സമ്മിറ്റ് പ്രൂഫ് വാസ് ഇറ്റ്സ് ഫെയിലിയർ ടു പെർസ്യൂ ഇറ്റ്സ് ഒബ്സ്റ്റെൻസിബിൾ എയിം ഓഫ് ബിൽഡിംഗ് ഓൺ ദ ഫൗണ്ടേഷൻ ഫോർ എ മോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ലെയ്ഡ് അറ്റ് റിയോ 10 years previously. It was Rio plus 10 in name only. അടുത്ത സെൻറ്റൻസ്, the sense shown of mutual self-interned in the welfare of the planet was minimal. The sense shown of mutual or self-interned in the welfare of the planet was minimal. Last sentence, the important question is whether this failure represents a short-term or a long-term reversal. ഇതൊന്നും കൂടി പറയാണ്. The crucial failure. The key failure of the summit proof was its failure to pursue its ostensible aim of building on the foundation for a more sustainable future laid at Rio 10 years previously. The key failure of the summit proof was failure to pursue its ostensible aim of building on the foundations for a more sustainable future laid at Rio 10 years previously. ഇനി അടുത്ത സെൻറ്റൻസ് ആയിട്ട് ഇറ്റ് വാസ് റിയോ പ്ലസ് 10 ഇൻ നെയിം ഓൺലി. അടുത്ത ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് ദ സെൻസ് ഷോൺ ഓഫ് മ്യൂച്വൽ സെൽഫ് ഇന്റേൺ ഇൻ ദ വെൽഫെയർ ഓഫ് ദ പ്ലാനറ്റ് വാസ് മിനിമൽ. ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് ദ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഇസ് വെദർ ദിസ് ഫെയിലിയർ റെപ്രസെൻറ്റ് short term or long term reversal. അപ്പോൾ ഒന്നും കൂടി പറയാണ്. The key failure of the summit proof was its failure to pursue its ostensible aim of building on the foundations for a more sustainable future laid at Rio 10 years previously. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് ഇറ്റ് വാസ് റിയോ പ്ലസ് 10 ഇൻ നെയിം ഓൺലി. ലാസ്റ്റ് സെൻറ്റൻസ്, the sense shown of mutual self-interned in the welfare of the planet was minimal. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് ദ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഈസ് വെദർ ദിസ് ഫെയിലിയർ റെപ്രസെൻറ്റ് എ ഷോർട്ട് ടേം ഓർ ലോങ് ടേം റിവേഴ്സൽ.
അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്നും കൂടി പറയാണ്. The key failure the summit roof was its failure to pursue its ostensible aim of building on the foundation for more sustainable future laid at Rio 10 years previously. ഇതിൽ വരുന്നത് പോയിന്റ്സ് എന്താ വാക്കുകൾ എന്ന് വെച്ചാൽ the key failure the summit roof was its failure to pursue its ostensible aim of building on the foundations, പിന്നെ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ laid at Rio 10 years previously. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അടുത്തത് ഇറ്റ് വാസ് Rio plus 10 in name only. ഇതും പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് വാസ് Rio plus 10 in name only എന്ന് പറയുന്നുണ്ട്. പിന്നെ the sense shown of mutual self internal in the welfare of the planet was minimal. ഇതും ഓർത്ത് വയ്ക്കുക. the sense shown of mutual self internal in the welfare of the planet was minimal എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് സെന്റൻസ് the important question is whether this failure represent a short term or long term reversal. ഇതും മറന്നു പോകരുത്. the important question is whether this failure represent a short term or long term reversal എന്നുള്ളത്. അത്രേ ഉള്ളൂ ക്രൂഷ്യൽ ഫെയിലിയർ പറയാൻ. ദ ക്രൂഷ്യൽ ഫെയിലിയർ. പിന്നെ അടുത്ത് നമുക്ക് ദ സ്റ്റേൺ റിപ്പോർട്ട് പറയാം. ദ സ്റ്റേൺ റിപ്പോർട്ട്. ദ സ്റ്റേൺ റിപ്പോർട്ട്. ദ എനോർമസ് significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern's report on the subject. Sir Nicholas, the head of the UK government economic service and a former chief economist at the World Bank, maintained that the scientific evidence for global warming was now overwhelming and that if global warming were left unchecked, it could cut global GNP by 20%, created 200 million environmental refugees and consign up to 40% of species to extinction. It was however possible to limit warming to manageable 2-3 degrees Celsius at a cost to the world economic output by 2050 of just 1%. The world moved towards decarbonating its economies and developed technologies in such a field as carbon capture and storage, clean power generation and energy efficiency. Those moves would have to be accompanied by the introduction of carbon pricing, environmental taxation, and the enlargement to the global level of the EU emissions trading scheme. It however estimated that one Boeing 747 from London to New York emits more CO2 than an average motorist does in a whole year. Nevertheless, the 2009 Climate Change Act sets ambitious CO2 reduction target, although their feasibility has been questioned. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. നമുക്കൊന്നുകൂടി പറയാം. ദ സ്റ്റേൺ റിപ്പോർട്ട്. The enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern report in the subject. Sir Nicholas, the head of the UK government economic service and the former chief economist at the World Bank, maintained that the scientific evidence for global warming was now overwhelming and that if global warming were left unchecked, it could cut global GNP by 20%, create 200 million environmental refugees and consign up to 40% of species to extinction. It was, however, possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by 2015 of just 1%. The world moved towards decarbonating its economies and developed technologies in such a field as carbon capture, storage, clean power generation and energy efficiency. This moves would have to be accompanied by the introduction of carbon pricing, environmental taxation and enlargement to the global level of the EU emissions trading scheme. It is, however, estimated that one Boeing 747 from London to New York emits more CO2 than an average motorist does in a whole year. Nevertheless, the 2009 Climate Change Act
act sets ambitious CO2 reduction target, although their feasibility has been questioned. നമുക്കൊന്നുകൂടി പറയാം. The Stern report. The enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern's report on the subject. Sir Nicholas, the head of the UK Government Economic Service and the former chief economist at the New World Bank, maintained that the scientific evidence for global warming was now overwhelming, and that if global warming were left unchecked, it could cut global GNP by 20%, create 200 million environmental refugees, and consign up to 40% of species to extinction. It was, however, possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by 2050 of just 1%. If the world moved towards decarbonating its economies and developed technologies in such fields as carbon capture and storage, clean power generation, and energy efficiency, those moves would have to be accompanied by the introduction of carbon pricing, environmental taxation, and enlargement to the global level of the EU's emissions trading scheme. It is, however, estimated that one Boeing 747 from London to New York emits more CO2 than an average motorist does in a whole year. Nevertheless, the 2009 Climate Change Act sets ambitious CO2 reduction targets, although their feasibility has been questioned. അപ്പോൾ ഒന്നുകൂടി പറയാണ്. The Stern report. The enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern report on the subject. Sir Nicholas, the head of the UK Government Economic Service and the former chief economist at the World Bank, maintained that the scientific evidence for global warming was now overwhelming, and that if global warming were left unchecked, it could cut global GNP by 20%, create 200 million environmental refugees, and consign up to 40% of species to extinction. It was, however, possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by 2050 of just 1%. The world moved towards decarbonating economies and developed technologies in such fields as carbon capture and storage, clean power generation, and energy efficiency. Those moves would have to be accompanied by the introduction of carbon pricing, environmental taxation, and enlargement to the global level of the EU emissions trading scheme. It is, however, estimated that one Boeing 747 from London to New York emits more CO2 than an average motorist does in a whole year. Nevertheless, the 2009 Climate Change Act as ambitious CO2 reduction target, although their feasibility has been questioned. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. The Stern report. The enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern's report on the subject. Sir Nicholas, the head of the UK Government Economic Service and the former chief economist at the World Bank, maintained that the Stern report. ഒരിക്കൽ കൂടി പറയാണ്. The enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern's report on the subject. Sir Nicholas, the head of the UK Government Economic Service and the former chief economist at the World Bank, maintained that the scientific evidence for global warming was now overwhelming, and that if global warming were left unchecked, it could cut global GNP by 20%, create 200 million environmental refugees, and consign up to 40% of species to extinction. It was, however, possible to limit warming to manageable 2-3 degrees Celsius at a cost to the world economic output by 2050 of just 1%. If the world moved towards decarbonating its economics
and developed technologies in such a field as carbon capture and storage, clean power generation, and energy efficiency. Those moves would have to be accompanied by the introduction of carbon pricing, environmental taxation, and enlargement to the global level of EU emission trading scheme. It is, however, estimated that one Boeing 747 from uh, London to New York emits more. It is, however, estimated that one Boeing 747 from London to New York emits more CO2 than the average motorist does in a whole year. Nevertheless, the 2009 Climate Change Act has ambitious CO2 reduction target, although their feasibility has been questioned. ഇനി നമുക്കിതിൽ പ്രധാനപ്പെട്ട വാക്കുകൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ പറയാം. നമ്മളൊരു 3 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ട് പിന്നെ ലാസ്റ്റ് പ്രധാനപ്പെട്ട വാക്കുകൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സ്റ്റേൺ റിപ്പോർട്ട്. For the Stern report, the enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern's report on the subject. Sir Nicholas, the head of the UK Government Economic Service and the former chief economist at the World Bank. നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. ഒന്നുകൂടി വായിക്കാണ്. The enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern's report on the subject. Sir Nicholas, the head of the UK Government Economic Service and the former chief economist at the World Bank. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് maintained that the scientific evidence for global warming was now overwhelming and that if global warming were left unchecked it could cut global GNP by 20%, create 200 million environmental refugees and consign up to 40% of species to extinction. അപ്പം ഒന്നുകൂടി പറയണം. Maintained that the scientific evidence for global warming was now overwhelming and that if global warming were left unchecked it could cut global GNP by 20%, create 200 million environmental refugees and consign up to 40% of species to extinction. ഇത് അടുത്ത പോയിന്റ് ആയിട്ട് എടുക്കാം. പിന്നെ ഇനി അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് ഇറ്റ് വാസ് however possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by 20 world economic output by 2050 of just 1%. If the world moved towards decarbonating its economics and developed technologies in such a field as carbon capture and ഞാൻ ഒന്നുകൂടി വായിക്കണം, അതങ്ങോട്ട് ശരിയായില്ല. It was, however, possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by. ഒന്നുകൂടി പറയണേ. It was, however, possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by 2050 of just 1%. നേരത്തെ കറണ്ട് പോയി, അതാണ് ആ തെളിച്ചം പോയത്, ഒരു ഡിമ്മായത്. കറണ്ട് പോയതുകൊണ്ടാണ്. അപ്പം നമുക്കത് ഒന്നും കൂടി വായിക്കാം. It was, however, possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by 2050 of just 1%. If the world moved towards decarbonating its economies and developed technologies in such a field as carbon capture and storage, clean power generation, and energy efficiency. അപ്പോൾ നമ്മൾ ഒന്നുകൂടി വായിക്കണം. It was, however, possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by 2050 of just 1%. The world moved towards decarbonating its economics and developed technologies in such a field as carbon capture and storage,
clean power generation and energy efficiency. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് those moves would have to be accompanied by the introduction of carbon pricing, environmental taxation and enlargement to the global level of EU emissions trading scheme. അതൊന്നും കൂടി പറയുന്നത് those moves would have to be accompanied by the introduction of carbon pricing, environmental taxation and enlargement to the global level of the EU emissions trading scheme. The last sentence ആയിട്ട് it is however estimated that one Boeing 747 from London to New York emits more CO2 than an average motorist does in a whole year. Last point, nevertheless, the 2009 Climate Change Act set an ambitious CO2 reduction target, although their feasibility has been questioned. ഒന്നും കൂടി പറയണ ലാസ്റ്റ് സെന്റൻസ് ഇറ്റ് ഈസ് however estimated that one Boeing 747 from London to New York emits more CO2 than an average motorist does in a whole year. Nevertheless, the 2009 Climate Change Act sets ambitious CO2 reduction target, although their feasibility has been questioned. ആണ് ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് however estimated that one Boeing 747 from London to New York emits more CO2 than an average motorist does in a whole year. Nevertheless, the 2009 Climate Change Act sets ambitious CO2 reduction target, although their feasibility has been questioned. നമുക്കിത് ഒന്നും കൂടി പറയാം. The enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern's report on the subject. Sir Nicholas, the head of the UK Government Economic Service and the former chief economist at the World Bank. നമ്മളൊന്നുകൂടി വായിക്കണം. The enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern's report on the subject. Sir Nicholas, the head of the UK Government Economic Service and the former chief economist at the World Bank. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് maintained that the scientific evidence for global warming was now overwhelming and that if global warming were left unchecked, it could cut global GNP by 20%, create 200 million environmental refugees and consign up to 40% of species to extinction. അപ്പോൾ അതൊന്നുകൂടി പറയണ മെയിൻറ്റെയിൻ that the scientific evidence for global warming was now overwhelming and that if global warming were left unchecked, it could cut global GNP by 20%, create 200 million environmental refugees and consign up to 40% of species to extinction. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് it was however possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by 2050 of just 1%. If the world moved towards decarbonating its economies and developed technologies in such a field as carbon capture and storage, clean power generation and energy efficiency. ഒന്നുകൂടി പറയണം. It was however possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by 2050 of just 1%. The world moved towards decarbonating its economies and developed technologies in such a field as carbon capture and storage, clean power generation and energy efficiency. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് those move would have to be accompanied by the introduction of carbon pricing, environmental taxation and enlargement to the global level of the EU emissions trading scheme. ഒന്നുകൂടി പറയാണ്. Those moves would have to be accompanied by the introduction of carbon pricing, environmental taxation and enlargement to the global level of the EU emissions trading scheme. പിന്നെ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് it is however estimated that one Boeing 747 from London to New York emits more CO2 than the average motorist does in a whole year. Nevertheless, the 2009 Climate Change Act set ambitious CO2 reduction target, although
their feasibility has been questioned. അപ്പോൾ ലാസ്റ്റ് സെൻറ്റൻസ് ഒന്നും കൂടി പറയണം. It is, however, estimated that one Boeing 747 from London to New York emits more CO2 than an average motorist does in a whole year. Nevertheless, the 2009 Climate Change Act set ambitious CO2 reduction target, although their feasibility has been questioned. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. നമുക്ക് ഒരാഴ്ച പറയാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. സ്റ്റാൻഡ് റിപ്പോർട്ട്. The enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern's report on the subject. Sir Nicholas, the head of the UK Government Economic Service and the former chief economist at the World Bank. ഒന്നുകൂടി പറയാണ്. The enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern's report on the subject. Sir Nicholas, the head of the UK Government Economic Service and the former chief economist at the World Bank. ഇനി അടുത്തത് maintained that the scientific evidence for global warming was now overwhelming and that if global warming were left unchecked, it could cut global GNP by 20%, create 200 million environmental refugees and consign up to 40% of species to extinction. പിന്നെ ഇനി അടുത്ത പോയിന്റ് ആയിട്ട് it was, however, possible to limit warming to a manageable 3 degrees Celsius at a cost to world economic output by 2050 of just 1%. If the world moved towards decarbonating its economies and developed technologies in such a field as carbon capture and storage, clean power generation and energy efficiency. പിന്നെ ഇനി അടുത്ത പോയിന്റ് ആയിട്ട് those moves would have to be accompanied by the introduction of carbon pricing, environmental taxation and enlargement to the global level of the EU emissions trading scheme. പിന്നെ ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് it is, however, estimated that one Boeing 747 from London to New York emits more CO2 than an average motorist does in a whole year. Nevertheless, the 2009 Climate Change Act set ambitious CO2 reduction targets, although their feasibility has been questioned. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്കിത് വായിച്ചിട്ട് ഇതിലെ വാക്കുകൾ പറയാം. പ്രധാനപ്പെട്ട സ്റ്റാൻഡ് റിപ്പോർട്ട്. The enormous significance of global warming was emphasized in the UK in October 2006 with the publication of Sir Nicholas Stern's report on the subject. Sir Nicholas, the head of the UK Government Economic Service and former chief economist at the World Bank. ഇതിൽ നമ്മൾ പറയുമ്പോൾ the enormous significance of global warming was emphasized in the UK in October 2006 ഓർത്ത് വയ്ക്കണം. പിന്നെ publication of Sir Nicholas Stern's report on the subject ഓർത്ത് വയ്ക്കുക. പിന്നെ Sir Nicholas, the head of the UK Government Economic Service and former chief economist at the World Bank. ഇതൊക്കെ ഓർത്ത് വയ്ക്കാം, ഒന്നും വിട്ടുകളയാനില്ല. പിന്നെ അടുത്തത് വരുന്നത് maintained that the scientific evidence for global warming was now overwhelming and that if global warming were left unchecked, it could cut global GNP by 20%, create 200 million environmental refugees and consign up to 40% of species to extinction. അപ്പോൾ ഇതിൽ വന്നത് maintained that the scientific evidence for global warming എന്ന് പറയുന്നത് overwhelming and that of global warming were left unchecked എന്ന് പറയുന്നത്. പിന്നെ it could cut global GNP by 20%, create 200 million environmental refugees and consign up to 40% of species to extinction. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക, ഒന്നും വിട്ടുകളയാനില്ല. പിന്നെ അടുത്തത് വരുന്നത് it was, however, possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by 2050 of just 1%. If the world moved towards decarbonating its economies and developed technologies in such a field as carbon capture and storage, clean power generation and energy efficiency. അപ്പോൾ it was, however, possible to limit warming to a manageable 2-3 degrees Celsius at a cost to the world economic output by 2050 of just 1% എന്ന് പറയുന്നത്. അത് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് മൂവ്ഡ് ടുവേർഡ്സ് ഡീകാർബണേറ്റിംഗ് ഇറ്റ്സ് ഇക്കണോമിക്സ്
economies and developed technologies in such a field as carbon capture and storage, clean power generation and energy efficiency. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് ദിസ് മൂവ്സ് വുഡ് ഹാവ് ടു ബി അക്കോമ്പനിഡ് ബൈ ദ introduction of carbon pricing, environmental taxation and enlargement to the global level of the EU's emissions trading scheme. അപ്പോൾ ഇതിൽ നമുക്ക് this moves would have to accompanied by the introduction of carbon pricing, environmental taxation and enlargement to the global level of the EU emissions trading scheme. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ലാസ്റ്റ് സെൻറ്റൻസ് ഇറ്റ് ഈസ് ഹവർ എസ്റ്റിമേറ്റഡ് ദാറ്റ് നമുക്ക് ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഇറ്റ് ഈസ് ഹവർ എസ്റ്റിമേറ്റഡ് ദാറ്റ് 1 Boeing 747 ഫ്രം ലണ്ടൻ ടു New York emits more CO2 than an average motorist does in a whole year. Nevertheless, the 2009 Climate Change Act set ambitious CO2 reduction target, although their feasibility has been questioned. അപ്പോൾ ഒന്നുകൂടി പറയണേ, it is however, last sentence, it is however estimated that 1 Boeing 747 from London to New York emits more CO2 than an average motorist does in a whole year. Nevertheless, the 2009 Climate Change Act sets ambitious CO2 reduction target, although their feasibility has been questioned. ഇതിൽ പറയുന്നത് it is however estimated that 1 Boeing 747 from London to New York emits more CO2 എന്ന് പറയുന്നുണ്ട്. പിന്നെ an average motorist does in a whole year എന്ന് പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ nevertheless the 2009 Climate Change Act sets ambitious CO2 reduction, അത് റിഡക്ഷൻ ടാർഗറ്റ്സ് അതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഫിസിബിലിറ്റി ഹാസ് ബീൻ ക്വസ്റ്റ്യൻഡ്, അതും ഓർത്ത് വയ്ക്കുക. ഇത്രയൊക്കെ ഉള്ളൂ വാക്കുകൾ എന്ന് പറയാൻ. ഇതൊന്നും നമുക്ക് വിട്ട് കളയാനില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം പറയേണ്ടി വരും. കാരണം എല്ലാം ഒരേപോലെ പ്രാധാന്യമുള്ള വാക്കുകളാണ്. അതുകൊണ്ട് നമ്മളെല്ലാം വായിച്ചിട്ട് അതുപോലെ തന്നെ പറയേണ്ടി വന്നത്. അപ്പോൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക. അത്രേ ഉള്ളൂ പറയാൻ. എല്ലാവരും പ്രധാനപ്പെട്ടാണ്, എല്ലാ സെൻറ്റൻസും പ്രധാനപ്പെട്ടാണ്. ഇനി നമുക്ക് പറയാനുള്ളത് വേൾഡ് വാട്ടർ റിസോഴ്സസ് ആണ്. അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. അത് നമുക്ക് പറഞ്ഞിട്ട് ഇത് തുടങ്ങാം. ഈ ബുക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഇതുപോലത്തെ സൈഡിലൊക്കെ പാരഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പാരഗ്രാഫാണ് ഇനി പറയാൻ പോകുന്നത്, ആക്സസ് ടു വാട്ടർ എന്ന് പറഞ്ഞിട്ട്. ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് വേൾഡ് വാട്ടർ റിസോഴ്സ് നോക്കാം. ആക്സസ് ടു വാട്ടർ. അപ്പോൾ നമുക്ക് ആക്സസ് ടു വാട്ടർ നോക്കാം. ഇൻ കറണ്ട് ഡേ ടു ഡേ ലിവിങ് ദെയർഫോർ വി ആർ കൺസേൺഡ് വിത്ത് ആക്സസ് ടു വാട്ടർ ഫ്രഷ് ഇനഫ് ഫോർ അഗ്രികൾച്ചർ യൂസ് ആൻഡ് ഫോർ യൂസ് ആസ് ഡ്രിങ്കിങ് വാട്ടർ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്. ദ പ്രൈം സോഴ്സ് ഓഫ് such fresh water rain either collected direct in storage tanks ranging from the water butt to the reservoir or more normally from rivers or surface water retaining rock strata bracketly aquifers such as chalk. The use of aquifers which are often vast in capacity and do not suffer loss from evaporation make a large contribution to ensuring the predictability of supplies in areas of moderate. Ensuring the predictability of supplies in areas of moderate, but sometimes erratic rainfall like much of the north and western Europe. They also underlie the desert oases, some of which like Tashkent in Central Asia. Some of which like Tashkent in Central Asia support very large cities. Spelling mistake ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. Access to water. In current day-to-day living, therefore we are concerned with access to water fresh enough for agriculture use and for use as drinking water after treatment. The prime source of such fresh water is rain, either collected direct in storage tanks ranging from the water
but to the reservoir or more normally from rivers or subsurface water retaining rock strata bracketly aquifers such as chalk. The use of aquifers which are often vast in capacity and do not suffer loss from evaporation makes a large contribution to ensuring the predictability of supplies in areas of moderate but sometimes erratic rainfall like much of North and Western Europe. They also underlie the desert oases, some of which like Tashkent in Central Asia support very large cities. ഒന്നുകൂടി വായിക്കാൻ access to water. In current day-to-day living, therefore, we are concerned with access to water fresh enough for agriculture use and for use as drinking water after treatment. The prime source of such fresh water is rain, either collected direct in storage tanks, ranging from the water but to the reservoir, or more normally from rivers or subsurface water retaining rock strata bracket aquifers such as chalk. The use of aquifers which are often vast in capacity and do not suffer losses from evaporation makes a large contribution to ensuring the predictability of supplies in areas of moderate but sometimes erratic rainfall like much of northwestern Europe. They also underlie the desert oases, some of which like Tashkent in Central Asia support very large cities. ഒന്നും കൂടി വായിക്കണം. അപ്പോൾ ഒന്നുകൂടി വായിക്കണം. Access to water. In current day-to-day living, therefore we are concerned with access to water fresh enough for agriculture use and for use as drinking water after treatment. The prime source of such fresh water is rain, either collected direct in storage tanks ranging from the water but to the reservoir, or more normally from rivers or subsurface water retaining rock strata bracket aquifers such as chalk. The use of aquifers which are often vast in capacity and do not suffer loss from evaporation makes a large contribution to ensuring the predictability of supplies in areas of moderate but sometimes erratic rainfall like much of North and Western Europe. They also underlie the desert oases, some of which like Tashkent in Central Asia support very large cities. ഇനി നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. access to water. അപ്പോൾ നമുക്ക് access to waterലെ പ്രധാനപ്പെട്ട വാക്കും പോയിന്റ്സ് ഒക്കെ പറയാം. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് access to water. In current day-to-day living, therefore we are concerned with access to water fresh enough for agriculture use and for use as drinking water after treatment. നമുക്കത് ഒന്നുകൂടി പറയാം. access to water. In current day-to-day living, therefore we are concerned with access to water fresh enough for agriculture use and for use as drinking water after treatment. നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കാം. പിന്നെ അടുത്ത പോയിന്റ്, the prime source of such fresh water is rain, either collected direct in storage tanks ranging from the water but to the reservoir, or more normally. അത് ഒന്നുകൂടി പറയണം. The prime source of such fresh water is rain, either collected direct in storage tanks ranging from the water but to the reservoir, or more normally. പിന്നെ ഇനി അടുത്ത പോയിന്റായിട്ട് പറയുന്നത് from rivers or subsurface water retaining rock strata bracket aquifers such as chalk. ഒന്നുകൂടി പറയണം. from rivers or subsurface സോറി, ഒരു വാക്ക് വിട്ടുപോയി. more normally from rivers or subsurface water remaining rock strata bracket aquifers such as chalk. അപ്പോൾ ഒന്നുകൂടി പറയാണ്. more normally from rivers or subsurface water retaining rock strata bracket aquifers such as chalk. ഇനി അടുത്ത പോയിന്റായിട്ട് വരുന്നത് the use of aquifers which are often vast in capacity and do not suffer loss from evaporation. അപ്പോൾ അതൊന്നും കൂടി വായിക്കണം. the use of aquifers which are often
vast in capacity and do not suffer loss from evaporation. പിന്നെ ഇനി അടുത്ത സെൻറ്റൻസ് ആയിട്ട് മേക്സ് എ ലാർജ് കോൺട്രിബ്യൂഷൻ ടു എൻഷുറിങ് ദ predictability of supplies in areas of moderate but sometimes erratic rainfall like much of north and western Europe. അപ്പോൾ അടുത്ത പോയിന്റ് ആയിട്ട് മേക്സ് എ ലാർജ് കോൺട്രിബ്യൂഷൻ ടു എൻഷുറിങ് ദ predictability of supplies in areas of moderate but sometimes erratic rainfall like much of north western Europe. The last sentence, they also underline the desert oasis, some of which like Tashkent in Central Asia support very large cities. അതൊന്നും കൂടി പറയാണ്, they also underline desert oasis, some of which like Tashkent in Central Asia support very large cities. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്, access to water. In current day-to-day living, നമ്മുടെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ക്യാമറയുടെ ക്ലാരിറ്റി ഇങ്ങനെ കുറഞ്ഞു പോയാണ്. അതുകൊണ്ടാണ് എക്സ്ട്രാ ടൈം പോകുന്നത്. ഒന്നുകൂടി പറയണ്ട, access to water. In current day-to-day living, therefore we are concerned with access to water fresh enough for agriculture use and for use as drinking water after treatment. നമ്മൾ ഇതുപോലെ തന്നെ പഠിക്കുക. അപ്പോൾ ഇതൊന്നും കൂടി പറയാണ്, ഇൻ കറണ്ട് ഡേ ടു ഡേ ലിവിങ് ദെർഫോർ വി ആർ കൺസേൺഡ് വിത്ത് ആക്സസ് ടു വാട്ടർ ഫ്രഷ് ഇനഫ് ഫോർ അഗ്രികൾച്ചർ യൂസ് ആൻഡ് ഫോർ യൂസ് ആസ് ഡ്രിങ്കിങ് വാട്ടർ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്. ഇനി അടുത്ത പോയിന്റ് ആയിട്ട്, ദ പ്രൈം സോഴ്സ് ഓഫ് സച്ച് ഫ്രഷ് വാട്ടർ ഈസ് റെയിൻ ഐദർ കളക്റ്റഡ് ഡയറക്റ്റ് ഇൻ സ്റ്റോറേജ് ടാങ്ക്സ് റേഞ്ചിങ് ഫ്രം ദ വാട്ടർ ബട്ട് ടു ദ റിസർവോയർ ഓർ. അപ്പോൾ അതൊന്നുകൂടി പറയണത്, ദ പ്രൈം സോഴ്സ് ഓഫ് സച്ച് ഫ്രഷ് വാട്ടർ ഈസ് റെയിൻ ഐദർ കളക്റ്റഡ് ഡയറക്റ്റ് ഇൻ സ്റ്റോറേജ് ടാങ്ക്സ് ranging from the water but to the reservoir or അടുത്ത പോയിന്റ് ആയിട്ട് more normally from rivers or subsurface water retaining rock strata bracket aquifers such as chalk. അപ്പോൾ more normally from rivers or subsurface water retaining rock strata bracket aquifers such as chalk. ഇനി പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട്, the use of aquifers which are often vast in capacity and do not suffer loss from evaporation make a large contribution to ensure the predictability of supplies in areas of moderate. അതൊന്നും കൂടി പറയണം, which are often vast in capacity and do not suffer loss from evaporation makes a large contribution to ensuring the predictability of supplies in areas of moderate. In the last sentence, but sometimes erratic rainfall like much of northwestern Europe. They also underline the desert oasis, some of which like Tashkent in Central Asia support very large cities. അപ്പോൾ അതൊന്നും കൂടി പറയാണ്, ലാസ്റ്റ് സെൻറ്റൻസ് ഒന്നും കൂടി പറയാണ്, but sometimes erratic rainfall like much of northwestern Europe. They also underline the desert oasis, some of which like Tashkent in Central Asia support very large cities. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരാഴ്ച കൂടി പറയാണ്, access to water. In current day-to-day living, therefore we are concerned with access to water fresh enough for agriculture use and for use as drinking water after treatment. പിന്നെ അടുത്ത സെൻറ്റൻസ് ആയിട്ട്, ദ പ്രൈം സോഴ്സ് ഓഫ് സച്ച് ഫ്രഷ് വാട്ടർ ഈസ് റെയിൻ ഐദർ കളക്റ്റഡ് ഡയറക്റ്റ് ഇൻ സ്റ്റോറേജ് ടാങ്ക്സ് റേഞ്ചിങ് ഫ്രം ദ വാട്ടർ ബട്ട് ടു ദ റിസർവോയർ ഓർ മോർ നോർമലി ഫ്രം റിവേഴ്സ് ഓർ സബ്സർഫൈസ് വാട്ടർ റിട്ടേൺ ഇൻ റോക്ക് സ്റ്റാറ്റ ബ്രാക്കറ്റിൽ അക്യോഫേഴ്സ് സച്ച് എസ് ചാൽക്ക്. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട്, ദ യൂസ് ഓഫ് അക്യോഫേഴ്സ് വിച്ച് ആർ ഓഫ്റ്റൻ വാസ്റ്റ് ഇൻ capacity and do not suffers from evaporation. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട്, make a large contribution to ensure the predictability of supplies in areas of moderate but sometimes erratic. പിന്നെ അടുത്ത സെൻറ്റൻസ് ആയിട്ട്, rainfall like much of northwestern Europe but sometimes erratic rainfall like much of northwestern Europe. Last sentence, they also underline the desert oasis,
some of which like Tashkent in Central Asia support very large cities. ഇത്രേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ പറയാം. Access to water. In current day-to-day living, therefore, we are concerned with access to water fresh enough for agriculture use and for users drinking water after treatment. ഇതിൽ access to water fresh enough for agriculture use and for use drinking water after treatment അതൊക്കെ പഠിക്കുക. പിന്നെ അടുത്തത് the prime source of such fresh water is rain, either collected direct in storage tanks ranging from the water but to the reservoir or more normally. ഇതിൽ വരുന്നത് ഫ്രഷ് വാട്ടർ ഇസ് റെയിൻ ഐദർ കളക്റ്റഡ് ഡയറക്റ്റ് ഇൻ സ്റ്റോറേജ് ടാങ്ക്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ റേഞ്ചിങ് ഫ്രം ദ വാട്ടർ ബട്ട് ടു റിസർവോയർ എന്ന് പറയുന്നുണ്ട്. അത്രയും ഉണ്ട്. പിന്നെ മോർ നോർമലി ഫ്രം റിവേഴ്സ് ഓർ സബ്സർവേസ് വാട്ടർ റിട്ടൈനിങ് റോക്ക് സ്റ്റാറ്റ ബ്രാക്കറ്റിൽ അക്യോഫേഴ്സ് സച്ച് ടാങ്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫ്രം റിവേഴ്സ് ഓർ സബ്സർവേസ് വാട്ടർ റിട്ടൈനിങ് റോക്ക് സ്റ്റാറ്റ എന്ന് പറയുന്നുണ്ട്. ബ്രാക്കറ്റിൽ അക്യോഫേഴ്സ്. പിന്നെ ചാൽക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ദ യൂസ് ഓഫ് അക്യോഫേഴ്സ് വിച്ച് ആർ ഓഫ്റ്റൺ വാസ്റ്റ് ഇൻ കപ്പാസിറ്റി ആൻഡ് ഡു നോട്ട് സഫർ ലോസ് ഫ്രം ഇവാപ്പറേഷൻ മേക്ക് എ ലാർജ് കോൺട്രിബ്യൂഷൻ ടു എൻഷുർ ദ പ്രിഡിക്റ്റബിലിറ്റി ഓഫ് സപ്ലൈസ് ഇൻ ഏരിയാസ് ഓഫ് മോഡറേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദ യൂസ് ഓഫ് അക്യോഫേഴ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വിച്ച് ആർ ഓഫ്റ്റൺ വാസ്റ്റ് ഇൻ കപ്പാസിറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡു നോട്ട് സഫേഴ്സ് ലോസ് ഫ്രം ഇവാപ്പറേഷൻ. അതുപോലെ തന്നെ മേക്ക് എ ലാർജ് കോൺട്രിബ്യൂഷൻ ടു എൻഷുർ ദ പ്രിഡിക്റ്റബിലിറ്റി ഓഫ് സപ്ലൈസ് ഇൻ ഏരിയാസ് ഓഫ് മോഡറേറ്റ്. അതൊക്കെ പ്രധാനപ്പെട്ട വേർഡ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ വായിച്ചത്. അതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്തത് ബട്ട് സംടൈംസ് ഇറാക്ടിക്. ലാസ്റ്റ് സെൻറ്റൻസ് റെയിൻഫാൾ ലൈക്ക് മച്ച് ഓഫ് നോർത്ത് ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്. അപ്പോൾ ബട്ട് സംടൈം ഇറാക്ടിക് റെയിൻഫാൾ ലൈക്ക് മച്ച് ഓഫ് നോർത്ത് ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്. പിന്നെ ലാസ്റ്റ് വരുന്നത് ദേ ഓൾസോ അണ്ടർലൈൻ ദ ഡെസേർട്ട് ഒയാസിസ് സം ഓഫ് വിച്ച് ലൈക്ക് ടഷ്കെൻഡ് ഇൻ സെൻട്രൽ ഏഷ്യ സപ്പോർട്ട് വെരി ലാർജ് സിറ്റീസ്. ഇതിൽ എന്താ പറയുക, നോർത്ത് വെസ്റ്റേൺ യൂറോപ്പ്, അതുപോലെ തന്നെ ഡെസേർട്ട് ഒയാസിസ്, പിന്നെ ടഷ്കെൻഡ് ഇൻ സെൻട്രൽ ഏഷ്യ സപ്പോർട്ട് സപ്പോർട്ട് വെരി ലാർജ് സിറ്റീസ്. അതൊക്കെ ഓർത്ത് വയ്ക്കുക. അത്രേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത്. ആക്സസ് ടു വാട്ടർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറെ അടുത്ത ഒരു ചാപ്റ്റർ നോക്കാം. അപ്പം നമുക്കൊരു പുതിയ ഇത് നോക്കാം. വേൾഡ് വാട്ടർ റിസോഴ്സസ് ദ ബാക്ക്ഗ്രൗണ്ട്. അത്യാവശ്യം നല്ല വിടുത്തുള്ള എസ്സേയാണ്. ദ ബാക്ക്ഗ്രൗണ്ട് A fifth of all the world population, for example, lacks access to safe drinking water, a proportion which is set to increase. In national and regional terms, there are dramatic deficiencies in availability, disruption, predictability, and quality. Whereas the average family in a developed nation uses 1,000 liters of water a day, an average family in the developing world use only 40. By 2025, an estimated 2.7 billion people, bracket a third of the global population, will live in regions which face severe water shortages. Those opposing propositions can be reconsidered in part by technology, but only at a price. It is the interplay of this consideration, and in particular of distribution, quality, and cost, which makes water such a political topic at very level. The literal abundance of water is not always appreciated, but it has been calculated that the earth contains some 1.4 billion cubic kilometers of it. The difficulty is that most of it is either saline in the sea and oceans, buried deep underground, or frozen in the polar ice caps. We all know, perhaps from experiments as children, that we cannot drink salt water. Neither can the other mammals. Salt is also poisonous to the crops on which we depend, and land recently flooded by or reclaimed from the sea is
The sea is infertile. Moreover, man needs clean water. The general absence of bacteria in drinking water supplies and the consequent decline in such waterborne diseases as cholera and typhus is one of the more important reasons behind our life expectancy being perhaps triple that of our earlier ancestors. നമുക്കിത് ഒന്നും കൂടി പറയാം. The world water resources, the background. A fifth of all the world population, for example, lack access to safe drinking water, a proportion which is set to increase. In national and regional terms, there are dramatic deficiencies in availability. ഒരിക്കൽ കൂടി വായിക്കണേ. A fifth of all the world population, for example, lacks access to safe drinking water, a proportion which is to be increased. In national and regional terms, there are dramatic deficiencies in availability, disruption, predictability, and quality. Whereas the average family in a developed nation uses 1,000 liters of water a day, an average family in the developing world uses only 40. By 2025, the estimated 2.7 billion people, bracket a third of the global population, will live in regions which face severe water shortages. Those opposing propositions can be reconsidered in part by technology, but only at a price. It is the interplay of this consideration, and in particular of distribution, quality, and cost, which make water such a political topic at every level. The literal abundance of water is not always appreciated, but it has been calculated that the earth contains some 1.4 billion cubic kilometers of it. The difficulty is that most of it is either saline in the seas and oceans, buried deep underground, or frozen in the polar ice caps. We all know, perhaps from experiments as children, that we cannot drink salt water. Neither can the other mammals. Salt is also poison as to the crops on which was dependent, and land recently flooded by or reclaimed from the sea is infertile. Moreover, man needs clean water. The general absence of bacteria in drinking water supplies and the consequent decline in such waterborne diseases as cholera and typhus is one of the more important reasons behind our life expectancy being perhaps terrible that of our earlier ancestors. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്. A fifth of all the world population, for example, lacks access to safe drinking water, a proportion which is to be increased. In national and regional terms, there are dramatic deficiencies in availability, disruption, predictability, and quality. Whereas the average family in a developed nation uses 1,000 liters of water a day, an average family in the developing world uses only 40. By 2025, an estimated 2.7 billion people, bracketed a third of the global population, will live in regions which face severe water shortages. Those opposing propositions can be reconsidered in a party by technology, but only at a price. It is the interplay of these considerations, and in particular of distribution, quality, and cost, which makes water such a political topic at every level. The literal abundance of water is not always appreciated, but it has been calculated that the earth contains some 1.4 billion cubic kilometers of it. The difficulty is that most of it is either saline in the seas and oceans, buried deep underground, or frozen in the polar ice caps. We all know, perhaps from experiments as children, that we cannot drink salt water. Neither can the other mammals. Salt is also poisonous to the crops on which we depend, and land recently flooded by or reclaimed from the sea is infertile. Sea is infertile. Moreover, man needs clean water. The general absence of bacteria in drinking water
supplies and the consequent decline in such waterborne diseases as cholera and typhus is one of the more important reasons behind our life expectancy being perhaps triple that of our earlier ancestors. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. A fifth of all the world population, for example, lacks access to safe drinking water, a proportion which is to be increased. In national and regional terms, there are dramatic deficiencies in availability, disruption, predictability, and quality. Whereas the average family in a developed nation uses 1,000 liters of water a day, an average family in the developing world uses only 40. By 2025, an estimated 2.7 billion people, a third of the global population, will live in regions which face severe water shortages. Those opposing proposition can be reconsidered in part by technology, but only at a price. It is the interplay of these considerations, and in particular of distribution, quality, and cost, which makes water such a political topic at every level. The literal abundance of water is not always appreciated, but it has been calculated that the earth contains some 1.4 billion cubic kilometers of it. The difficulty is that most of it is either saline in the seas and oceans, buried deep underground, or frozen in the polar ice caps. We all know, perhaps from experiments as children, that we cannot drink salt water. Neither can the other mammals. Salt is also poisons to the crops on which we depend, and land recently flooded by or reclaimed from the sea is infertile. Moreover, man needs clean water. The general absence of bacteria in drinking water supplies and the consequent decline in such waterborne diseases as cholera and typhus is one of the more important reasons behind our life expectancy being perhaps terrible that of our earlier ancestors. അപ്പോൾ ഞാൻ ഒന്നുകൂടി വായിക്കണേ. A fifth of all the world population, for example, lacks access to safe drinking water, a proportion which is to be increased. In national and regional terms, there are dramatic deficiencies in availability, disruption, predictability, and quality. Whereas the average family in a developed nation uses 1,000 liters of water a day, an average family in the developing world use only 40. By 2025, as estimated 2.7 billion people, a third of the global population, will live in regions by 2025, an estimated 2.7 billion people, a third of the global population, will live in regions which face severe water shortages. Those opposing proposition can be reconsidered in the party by technology, but only at a price. It is the interplay of these considerations, and in a particular of disruption, quality, and cost, which makes a water such a political topic at every level. The literal abundance of water is not always appreciated, but it has been calculated that the earth contains some 1.4 billion cubic kilometers of it. The difficulty is that most of it is either saline in the seas and oceans, buried deep underground, or frozen in the polar ice caps. We all know, perhaps from experiments as children, that we cannot drink salt water. Neither can the other mammals. Salt is also poisons to the crops on which we depend, and land recently flooded by or reclaimed from the seas. The sea is infertile. Moreover, man needs clean water. The general absence of bacteria in drinking water supplies and the consequent decline in such waterborne diseases as cholera and typhus is one of the more important reasons behind and the consequence decline in such waterborne diseases as cholera and typhus is one of the more important reasons behind our life expectancy being perhaps terrible that our earlier ancestors. വേൾഡ് വാട്ടർ റിസോഴ്സസിൽ ദ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഒരാഴ്ചയും കൂടി പറയാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.
നമ്മൾ അടുത്ത ക്ലാസ് സെക്ഷൻ 13 എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോയിൽ നമ്മൾ ഇത് പറയും. വീണ്ടും നമ്മൾ ക്ലാസ് എടുക്കും പുതിയതായിട്ട് തന്നെ. കാരണം അതൊന്നും കൂടി ഇപ്പോൾ കുറേ പറയാനുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ഇതിപ്പോൾ വെറുതെ ഒന്ന് വായിച്ച് ഒരു തവണ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരാഴ്ച പറയാം വേൾഡ് വാട്ടർ റിസോഴ്സസ്. കാരണം ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴേക്കും എന്തായാലും സമയം ഉണ്ടാവില്ല. ഇപ്പം തന്നെ 4:15 ആയി. നമുക്ക് 4:30 വീഡിയോ അവസാനിപ്പിക്കണം. അപ്പോൾ നടക്കില്ല. അതുകൊണ്ടാണ് ഒരാഴ്ച പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വെച്ചത്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലനേഷനും പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ പറയാമല്ലോ, കുറച്ചും കൂടിയും സമയമെടുത്ത്. അപ്പോൾ നമുക്ക് പറയാം വേൾഡ് വാട്ടർ റിസോഴ്സസിൽ ദ ബാക്ക്ഗ്രൗണ്ട്. A fifth of the world population, for example, lacks access to safe drinking water, a proportion which is to be increased. In national and regional terms, there are dramatic deficiencies in availability, disruption, predictability, and quality. Whereas the average family in a developed nation uses 1,000 liters of water a day. An average family in the developing world uses only 40. By 2025, an estimated 2.7 billion people, a third of the global population, will live in an estimated 2.7 billion people, a third of the global population, will live in regions which face severe water shortages. Those opposing propositions can be reconsidered in part by technology, but only at a price. It is the interplay of these considerations, and in particular of distribution, quality, and cost, which makes water such a political topic at every level. The literal abundance of water is not always appreciated, but it has been calculated that the earth contains some 1.4 billion cubic kilometers of it. The difficulty is that most of it is either saline in the seas and oceans, buried deep underground, or frozen in the polar ice caps. We all know, perhaps from experiments as children, that we cannot drink salt water. Neither can the other mammals. Salt is also poisonous to the crops on which we depended, and land recently flooded by or reclaimed from the sea is infertile. Moreover, man needs clean water. The general absence of bacteria in drinking water supplies and the consequent decline such waterborne diseases as cholera and typhus is one of the more important reasons behind the sea is infertile. Moreover, man needs clean water. The general absence of bacteria in drinking water supplies and the consequent decline such waterborne diseases as cholera and typhus is one of the more important reasons behind our life expectancy being perhaps triple that of our earlier ancestors. Moreover, man needs clean water. The general absence of bacteria in drinking water supplies and the consequent decline such waterborne diseases as cholera and typhus is one of the more important reasons behind our life expectancy being perhaps triple that of our earlier ancestors. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസിൽ ദ ഡെപ്റ്റ് ബേർഡൻ പറഞ്ഞു, ദ ക്രൂഷ്യൽ ഫെയിലിയർ, ദ സ്റ്റേൺ റിപ്പോർട്ട്, പിന്നെ ആക്സസ് ടു വാട്ടർ, പിന്നെ വേൾഡ് വാട്ടർ റിസോഴ്സസിൽ ദ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ വീഡിയോയിൽ ചെയ്യാൻ സമയമില്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി അടുത്ത വീഡിയോയിൽ പറയണ കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക്. മാൻസ് നീഡ്സ് ഫോർ വാട്ടർ, the exhaustion of current supplies, പിന്നെ കോൺസിക്വൻസ് ഓഫ് വാട്ടർ ഷോർട്ടേജസ്, പിന്നെ ഇന്റർനാഷണൽ വാട്ടർ ഡിസ്പ്യൂട്ട്സ്, ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് അപ്രോച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഓരോരോ വീഡിയോസായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഈ ക്ലാസ്സിൽ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ
ഇപ്പം ഞാൻ പറഞ്ഞതിലൊക്കെ ചിലപ്പോൾ സ്പീഡ് കൂടുതലാവാം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ക്ലാസ്സിൽ അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുറേ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ക്ലാസ്സിൽ. അതുകൂടാണ്ട് ഇപ്പോൾ ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, തീരെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിന് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കണം. അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ, പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വേൾഡ് വാട്ടർ റിസോഴ്സസ് എന്തായാലും അടുത്ത ക്ലാസ്സിൽ വീണ്ടും റിപ്പീറ്റേഷൻ വരും, വേറെ മാർഗ്ഗമില്ല. കാരണം ഇതിനകത്ത് ഫുൾ പറയാന്ന് വെച്ചാൽ നടക്കൂല. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ സി എസ് ഐ ടിക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക, അത്രേ നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളൂ. പിന്നെ നല്ലൊരു CSIT എക്സാം ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. അത് പ്രധാനപ്പെട്ട കാര്യം, ക്യാമറയുടെ ക്ലാരിറ്റി കുറവ്. അത് ചില സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം അതിനും കൂടി ഞാൻ ക്ഷമ ചോദിക്കണം. ചിലപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പം നല്ലൊരു CSIT എക്സാം ആശംസിക്കുന്നു. നമുക്ക് സന്തോഷത്തോടുകൂടി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.